ഐ വി ശശിയുടെ സിനിമകളെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അടിയൊടുക്കുകളെന്നോ അടിമകൾ ഉടമകളെന്നോ ഒക്കെ എഴുതി കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ വിറച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണാൻ പോവാണെന്നുള്ള എഴുതി കാണിക്കുമ്പോഴേ ഉണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും, അതുപോലെ ആയിരിക്കും. മാസ് സ്കെയിലാണ്. അങ്ങാടി എന്നുള്ളത് അങ്ങാടി തന്നെയാണത്. അങ്ങാടി നമ്മൾ ഫീൽ ചെയ്തിട്ട് അങ്ങാടിയാണത്. അതൊരു ഇപ്പം എനിക്കത് തോന്നുന്നില്ല, ആ ഫീലിംഗ് വരുന്നില്ല. സോറി ടു സേ ദിസ്. ഇപ്പം വരുന്ന പടങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല, ഒന്നാമത്തെ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ദേഷ്യം പിടിച്ചിട്ട് അന്ന് ഉറങ്ങൂല്ല. ഞാൻ എന്തെങ്കിലും ഒരു പടം കണ്ടിട്ട് അയ്യോ എന്തിനാ ഈ പടം കണ്ട് ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ പടം ഇട്ട് കാണും. എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് കഴിഞ്ഞ അപ്പ നല്ല പടം എന്ന് പറഞ്ഞ് ഉറങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ജോലി എൻ്റെ. ചേച്ചി വാർത്തക്കകത്ത് ചുമന്ന സാരി ഉടുത്തിട്ട് കളക്ടർ ഫസ്റ്റിൽ വരുന്ന സീനുണ്ട്, ഇൻട്രഡക്ഷൻ. എക്സലൻസ്. നാം തുടങ്ങി വെച്ച ജോലി ഇന്ന് തന്നെ തീർക്കണം. എന്ത് രസാന്നറിയ ചേച്ചി കാണാൻ. എനിക്കാണെങ്കിൽ ആ ഭംഗി കണ്ടിട്ട് ഇത്രയും നന്നായിട്ട് സാരി ഉടുത്തത് ആര് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സൂപ്പർ അല്ലേ ആ കളക്ടർ വന്ന്. അതെ, ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കോസ്റ്റ്യൂംസ് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി നല്ലിയിൽ പോയിട്ട് ഇങ്ങനെ എടുത്ത് ഒരു 16-17 സാരി എന്തെടുത്തു. അപ്പോൾ കോസ്റ്റ്യൂം കുമാരണ്ണനാണ്. അമ്മ മുണ്ടിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളതാ ഇവിടെ പോറോന്ന് പറഞ്ഞു. ഇങ്ങനെ സെലക്ട് ചെയ്ത സാരീസാണ്. ഓരോരോ സാരിനെയും കണ്ടിട്ട് എല്ലാവരും ഈ സാരിയും ഈ സ്ത്രീയും എന്താണിത്, പ്ലസ് അഭിനയം. ശശിയേട്ടൻ തന്നെ പറഞ്ഞു നല്ല സാരി സെലക്ട് ചെയ്തു. വെങ്കടഗിരി സാരി എന്ന് പറയും, അതിപ്പോൾ കിട്ടാറില്ല. ഓ, എന്നിട്ട് ആ ടെറൈനിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേ ആ സ്ഥലത്തിന് വേറൊരു ആംബിയൻസ് ആണ് ഈ കളക്ടർ. കളക്ടർ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, റെഡ് കളറിലേ. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു വിഷനാണ്. ചേച്ചി ഒരു ക്ലൈമാക്സ് ഞാൻ കാണിക്കാം. ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എന്നെ തന്നെ ഞാനാണോന്ന് ആലോചിക്കുന്നു. ചേച്ചി എല്ലാം മാസ് ഡയലോഗാണ്. അതെ, അത് മാഷാണ്, ദാമോദരനാണ്. അസാധ്യമായിട്ടുള്ള മാസ് ഡയലോഗ് പറയാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ അതെ അതൊരു ഭയങ്കര ഭാഗ്യല്ലേ. സത്യമാണ്. ഇപ്പൊ ആർക്കാ കിട്ടുന്നതൊക്കെ. അതെ, എസ്.എൻ. സ്വാമി സാറ് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഉണ്ടായിരുന്നു, മമ്മൂക്കയ്ക്ക് പേടി സീമേനെ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. ഞാൻ ആലോചിച്ച് ഇതെന്തപ്പോ അത് അവരെ മാത്രം എനിക്ക് പേടിയായ സ്വാമി. ബിക്കോസ് എന്താ അവള് ചെയ്യാന്നറിയില്ല എതിരിൽ നിന്നിട്ട്. അത് എനിക്കറിയില്ല, എനിക്ക് എന്നെ തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ചിമ്പുവിൻ്റെ കൂടെ ഒരു പടം ചെയ്തു. അപ്പോൾ റിഹേഴ്സൽസിൽ ഒന്ന് ചെയ്യും, ടേക്കിലൊന്ന് ചെയ്യും. അപ്പോൾ ചിമ്പു പറയാണ് അമ്മ നിങ്ങൾ ரொம்ப டேஞ்சரும்மா, ரிஹர்சல் இவ்வளோ நேரம் வேறு என்னமோ பண்ணிங்க, இப்போ டேக்கில் வேறு நான் ஒன்றும் பண்ணல தம்பி, அது வருது அப்படின்னா ரொம்ப കെയർഫുള്ളാக இருக்கணும் ഉங்ககிட்ட എന്നൊരു വാക്ക് പറഞ്ഞു. ഇത് തന്നെ കലാഭവൻ മണിയും പറഞ്ഞു. കലാഭവൻ മണി എൻ്റെ കൂടെ ഒരു ഷോട്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. കലാഭവൻ മണിയല്ലേ, നല്ലൊരു നടനല്ലേ, പുള്ളി ടെൻഷനാണ്, സീമേച്ച് വന്നിരിക്കുന്നത്. അന്ന് പുള്ളി ഒരു കാരവാൻ അന്നാണ് വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. ദൂരെ നിന്ന് എന്നെ കണ്ടിട്ട് കാരവാൻ അപ്പോഴേ പറഞ്ഞയച്ചു, പൊക്കോ സീമിച്ച് അവിടെ ഇരിക്കുന്നു, എടുത്തോണ്ട് എന്ന് പറഞ്ഞു. പോയിട്ട് വന്ന് നിന്ന് എല്ലാം കൂടി ആയിട്ട് കൂടെ നിന്ന് അഭിനയിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് മണിയാണ്, ഇത് സീമിച്ച് അറിയാം എന്നൊക്കെ പറഞ്ഞു. കംപ്ലീറ്റ് ആൾക്കാർ, ഓഡിയൻസ് എല്ലാവരും ഇങ്ങനെ കൂടെ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ടേക്കപ്പ് സാഷ്ടാംഗമായി എൻ്റെ കാലിൽ വീഴും. അപ്പോൾ ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ. എന്താ അത്? ചേച്ചിയുടെ വാല്യൂ ചേച്ചിക്ക് അറിയുന്നില്ല. അന്ന് ചേച്ചി ചെയ്ത റോൾസാണ് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ പറയുന്നല്ല ഞാൻ. ഞാൻ പറഞ്ഞു അയ്യോ വലിയതായിട്ടൊക്കെ പറയില്ലേ അങ്ങനെ. അല്ല ചേച്ചിക്ക് അറിയില്ലേ ചേച്ചിൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അഭിനയിച്ചു. ഫസ്റ്റ് ഷോട്ട് എടുത്തു, സെക്കൻഡ് ഷോട്ടിൽ വേറെ ചെയ്തു, മൂന്നാമത്തെ ചേച്ചി ഒന്നിൽ ചെയ്തല്ലേ ഇങ്ങോട്ട് ചെയ്യുന്നത്. ഞാൻ എനിക്കറിയില്ല, അത് വരുന്നതാണത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയൊരു ടേക്ക് എടുക്കുമ്പോൾ എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം. അടിപൊളി.
ചേച്ചി ആരൂഢം ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ചെയ്തിട്ട് ആ ക്യാരക്ടറിന് വേണ്ട തരത്തിലാണ് അത് മാറ്റിയിരിക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, വസ്ത്രധാരണത്തിലും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആരൂഢത്തിൽ. ആ ആരൂഢം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവാർഡ്സ് ഒക്കെ ചേച്ചിക്ക് കൂടുതൽ കിട്ടേണ്ടതുണ്ടെന്ന്. അവാർഡ് കിട്ടിയതാണ്, കിട്ടാനുള്ള സാധ്യത വന്നപ്പം എല്ലാം ശരിയായപ്പോൾ ഞാൻ ആ കോസ്റ്റ്യൂം ഇതേ കുമാരണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ചെമ്മീനിലിട്ടില്ലേ ഷീലാമ്മ, അതുപോലെ ആ ഒരു കെട്ടൊക്കെ വെച്ചിട്ടൊരു ഇല്ല അവங்களே இப்போ ஃபேஷனாக நடக்கிறாங்க, நீங்கள் ഇത് പോളാന്ന് പറഞ്ഞു. അയാൾ ഇട്ടതാണ്. ഇത് അവാർഡിന് പോയപ്പം സത്യജിത് സർ ഡയറക്ടർ ശശിയേട്ടനെ വിളിച്ച് പറഞ്ഞു ഷീ ലോസ്റ്റ് 1 അവാർഡിൽ പോയിന്ന്. അല്ലെങ്കിൽ എന്ത് പെർഫോമൻസ് അവർ ചെയ്തിരിക്കുന്നത്, ഐബ്രോ ആണോ ബ്രേസിയർ ആണോ കണ്ടത് ആ പടത്തിൽ, അങ്ങനെ എന്തോ ഒരു മൈനസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവാർഡ് കിട്ടിയതാണ്, പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് മതി, അത് ധാരാളമായിട്ട് മതി. അവളുടെ നടത്തം, അവളുടെ ഒരു ബോൾഡ്നെസ്, എന്നാൽ അവൾ അനുഭവിക്കുന്ന കഷ്ടത, അതിനകത്ത് കുറച്ചൊരു ഇൽനെസ് ഉള്ള കുട്ടിയാണ്. എന്ത് രോഗമാണെന്നുള്ളത് നീലിക്ക് ശരിക്കും നീലിയെ പോലൊരു കഥാപാത്രം കിട്ടുന്നത് ഒരു അഭിനേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ചേച്ചി? അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ശശിയേട്ടൻ്റെ ഇതാണ്. ശശിയേട്ടൻ എന്ത് പറയുന്ന ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും കൂടുതലൊക്കെ ചോദിച്ചാൽ എനിക്ക് പീത്താനൊന്നും എനിക്കറിയില്ല. ശശിയേട്ടൻ്റെ കഴിവാണ് അതൊക്കെ. പക്ഷേ MD സാറിൻ്റെ ഒരു എഴുത്തിൽ പല പ്രാവശ്യം നമ്മൾ ചെന്ന് മുട്ടാൻ കഴിയുന്നു, പല പ്രാവശ്യം ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ ശശി സാറിൻ്റെ തന്നെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു 39 സിനിമകളോളം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ട്. ചേച്ചി പറയുന്നത് 55ഓളം സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. 55 സിനിമകളുണ്ടെന്നാണ്. അപ്പോൾ ഈ 55 സിനിമയിലും ഒരു ഡയറക്ടർ ആക്ടറിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അത് ഭാര്യ ആയതുകൊണ്ട് ഉപയോഗിച്ചല്ല, നമുക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം. ബിക്കോസ് ശശിയേട്ടൻ ഒന്നും വാ തുറന്നൊന്നും പറയില്ല. എൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെ വെച്ചാൽ കുറച്ച് ബോൾഡാണ് ഞാൻ, അങ്ങനെ ഒന്നും പേടിച്ചൊന്നും ഇരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും പുള്ളി അത് ചെയ്യുന്നതെന്നും കൂടി എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് വളർത്തിയത്, ബോൾഡായിട്ട്. അമ്മ എന്നെ, അച്ഛൻ 7 വയസ്സിൽ ഡിവോഴ്സ് ചെയ്തപ്പം അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. പെണ്ണുങ്ങളാണ് 2 പേരും, അമ്മയും മോളും. മോളെ ബോൾഡായിട്ടിരിക്കണം, ബോൾഡ് കൊച്ചിലേ തൊട്ട് എന്തെങ്കിലും. അതായത് അവർ പറയുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളെ ബഹുമാനിക്കുക, പക്ഷേ ആണുങ്ങളെ പേടിക്കരുത്. ഇത് അമ്മ എന്നെ പഠിപ്പിച്ചാണ്. എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. തല്ലേണ്ടവരെ ചെയ്യും, അത് ചെയ്യും, അത് ഉറപ്പാണ്. അത് ആ കഴിവിപ്പോഴുണ്ട്. അല്ല, കൊടുക്കാനുള്ള സാധ്യത വന്നാൽ കൊടുക്കും. അല്ല ചുമ്മാ ഒരു ആണിനടിച്ചാൽ കുഴപ്പമില്ലേ, പാവം. ആണെന്നല്ല പെണ്ണായാലും കുഴപ്പമാണ്. എന്നെ സംബന്ധിച്ചോളം തെറ്റാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയും. അമ്മ എന്നെ കൊച്ചിലേ തൊട്ട് 7 വയസ്സ് തൊട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനെ കാണാൻ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാറ്റർഡേ സൺഡേയിൽ അച്ഛനെ കാണാൻ പോകും. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വേറെ താമസിക്കായിരുന്നു അച്ഛൻ? സെപ്പറേറ്റഡ് ആയി? അതായത് ഞങ്ങൾ താമസിച്ചത് പുഷ്വാക്കം, അച്ഛൻ ഉണ്ടായിരുന്നത് ചേത്പട്ട്. അപ്പോൾ നടന്നു പോകും ഞാൻ. കുഞ്ഞാണ്, നിങ്ങൾ ആലോചിക്കണം, 8 വയസ്സ് കുഞ്ഞാണ്, 7-8 വയസ്സ് കുഞ്ഞാണ്. നടന്നു പോകുമ്പോൾ അമ്മ 20 പൈസ തരും കയ്യിൽ കാശ്. മോളെ ബസ്സിൽ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാശ് കയ്യിൽ വെച്ചിട്ട് 5 പൈസയ്ക്ക് കമർ കെട്ടെന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടാവും, അത് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കും. ഈ കയ്യിൽ കല്ലുകൾ ഒരുപാട് എടുക്കും, ഒന്ന് എറിയും, എവിടെ നിൽക്കുന്ന അവിടെ ഓടും, എന്നിട്ട് അതെടുക്കും, വീണ്ടും കയറി. ഇങ്ങനെ പോയി ചെറ്റ്പട്ടിലെ അച്ഛനെയും കണ്ടിട്ട് തിരിച്ചും അതുപോലെ വരും. 15 പൈസ അമ്മയ്ക്ക് കൊടുക്കും. ഇത് സ്ഥിരം. അമ്മ മരിക്കുന്നവരെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്. ഇതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും കല്യാണം കഴിയുന്നവരെ അമ്മേൻ്റെ അടുത്ത് കാശ് വഴി എന്ത് വരുന്നു എന്ത് പോകുന്നു ഒന്നും ചോദിക്കൂല. അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും 5-10 വാങ്ങിക്കും ഞാൻ. അതാണ് ശീലം. അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ പിന്നീട് അത് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട്. അമ്മയ്ക്കൊരു ട്രെയിനിലൊക്കെ ഞാൻ പോകുമ്പം വീട് കെട്ടുന്നത് ഒരു തീപ്പെട്ടി പോലെ ഒരു വീടുണ്ടാവും. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും, കൊച്ചു വീടുകളുണ്ടാവും. ഇതുപോലൊരു വീട് അമ്മയ്ക്ക് കെട്ടിക്കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം അത് വലുതാക്കി തന്നു. ദൈവത്തിൻ്റെ കളിയാണ് എല്ലാം. എനിക്ക് ഭയങ്കര ദൈവവിശ്വാസമാണ് ഓരോരോ നിമിത്തവും. ഇന്നിപ്പം ഇവിടെ വന്ന് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇൻ്റർവ്യൂ. ഇതാ വന്നിരിക്കുന്നു, ഇതൊരു നിമിത്തമാണ്. നിങ്ങളെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും.